ഹിൻഡൻബർഗ് ആരോപണത്തിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. എന്തുകൊണ്ട് JPC അന്വേഷണത്തെ മോദി ഭയപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് സെബി ചെയർപേഴ്സൺ രാജിവെക്കുന്നില്ലെന്നും നിക്ഷേപകർക്ക് പണം നഷ്ടമായാൽ ആര് ഉത്തരവാദിത്വം ഏൽക്കുമെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ഇതിൻ്റെ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, സെബി ചെയർപേഴ്സൺ മാധവി പുച്ചിനെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിക്ഷേപ വിവരങ്ങൾ സെബി ചെയർപേഴ്സൺ പുറത്തുവിടുമോ എന്ന് ഹിൻഡൻബർഗ് ചോദിച്ചു. സുതാര്യമായ അന്വേഷണത്തിന് തയ്യാറാണോ എന്നും ഹിൻഡൻബർഗ് ചോദിക്കുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ പിന്നാലെ ഓഹരി വിപണിയിൽ ഇടിവുണ്ടായി. അദാനി ഓഹരികൾ നഷ്ടത്തിലായി. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേർന്നു. വിഷ്ണു, ഹിൻഡൻബർഗിൻ്റെ ഈ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ, സെബിയെ കൂടി ഉൾപ്പെടുത്തുന്ന ഈ വെളിപ്പെടുത്തലിൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് അദാനിയേക്കാൾ സെബി സംവിധാനം കൂടിയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റ്സായി പറയാനാകുന്നത്? അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഹിൻഡൻബർഗിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ തലത്തിലാണ് സെബി ചെയർപേഴ്സൺ അടക്കം സെബി അടക്കം ഇത്തരത്തിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുള്ളത്. അതായത് അദാനിക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും സെബി അന്വേഷണം മന്ദഗതിയിലാക്കി. അതിന് കാരണം സെബി ചെയർപേഴ്സൺ മാധവി പുച്ചിനും ഭർത്താവിനും ഇത്തരത്തിൽ അദാനിയുടെ കമ്പനികളിൽ നിക്ഷേപമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളായിരുന്നു പുറത്തുവിട്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ മാധവി പുച്ചും അതോടൊപ്പം തന്നെ സെബിയും ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. നേരത്തെ ഇത്തരത്തിൽ നിക്ഷേപമുണ്ടായിരുന്നു, പക്ഷേ അത് സെബിയുടെ ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് മുന്നേ ആയിരുന്നു നിക്ഷേപം ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള ചില വിശദീകരണങ്ങളായിരുന്നു നൽകിയത്. പക്ഷേ ഹിൻഡൻബർഗ് കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണം ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് എന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മാധവി പുച്ചിനെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ് തന്നെ രംഗത്ത് വന്നത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും, അക്കൗണ്ടുകളുടെ അടക്കം ഡീറ്റെയിലുകൾ പുറത്തുവിടാൻ കഴിയുമോ എന്നതാണ് ഹിൻഡൻബർഗ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ സുതാര്യമായ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഹിൻഡൻബർഗ് ഉയർത്തുന്നുണ്ട്. അതിനിടയിലാണ് ഓഹരി വിപണിയിലും വലിയൊരു നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസെക്സ് 300-ലധികം പോയിന്റാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. നിഫ്റ്റിയിലും 106 പോയിന്റിന്റെ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം അദാനിയുടെ ഓഹരികളിലും വലിയൊരു ഇടിവ് നമുക്ക് ദൃശ്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അജിംഷാ, അത് മാത്രമല്ല, ഇപ്പോൾ ഈ ബുച്ചി എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന അർത്ഥത്തിൽ ഉള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. വിഷ്ണു തലവൂർ. അജിംഷാദ്, തീർച്ചയായിട്ടും പ്രതിപക്ഷം വലിയ തലത്തിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. CPIM-ഉം കോൺഗ്രസും ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്നത് ഒരു സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. JPC അന്വേഷണം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സെബി ചെയർപേഴ്സൺ മാധവി പുച്ച് എത്രയും പെട്ടെന്ന് രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന ഒരു ആവശ്യം കൂടി പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് രാഹുൽ ഗാന്ധി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഒരു അന്വേഷണത്തെ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്, എന്തുകൊണ്ട് മാധവി പുച്ചിനെ സ്ഥാനത്ത് നിന്നും മാറ്റുന്നില്ല എന്നതടക്കമുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ ശക്തമായിട്ടുള്ള വിമർശനം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ മൗനം തുടരുകയാണ്. അജിംഷാദ്. ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ.